ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന 5ാമത്തെ യൂണിറ്റ് ആണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ഹോണസ്റ്റി പേസ് എന്നാണ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോണസ്റ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വരുന്നത് സത്യസന്ധത എന്നാണ്. നമ്മളൊക്കെ ഇരിക്കണം, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കണം. കളവൊന്നും പറയാതെ, കള്ളത്തരങ്ങളൊന്നും ചെയ്യാതെ സത്യസന്ധരായിരിക്കണം. ഹോണസ്റ്റി പേസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഫലപ്രദമാണ്, അല്ലെങ്കിൽ സത്യസന്ധത പ്രതിഫലം നൽകുന്നു എന്നൊക്കെയാണ്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഹോണസ്റ്റിനെ കുറിച്ചായിരിക്കും പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്? ഒരാൾ വല വീശി മീൻ പിടിക്കുന്നത് കാണാം. പിന്നെ ഒരാൾ തെങ്ങിൽ കയറുന്നുണ്ട്. ഒരാൾ പാല് സൈക്കിളിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. പിന്നെ ഒരാൾ കത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അല്ലേ? നമുക്ക് അവിടെ ഒരു ലേഡീനെ കാണാം, കയ്യിൽ കത്തും കാണാം. സോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പല പല ജോലികൾ ചെയ്യുന്നവരാണ്. ഓക്കെ, ഇവിടെ താഴെ തന്നിട്ടുണ്ട് ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആണ്. ഹോണസ്റ്റി സത്യസന്ധതയാണെന്നാണ് ഇവിടെ തോമസ് ജെഫർസൺ പറയുന്നത്. എന്താണ്? നമ്മൾ ഒരു അറിവിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? സത്യസന്ധത എന്നെ കുറിച്ചാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ശരിയും തെറ്റൊക്കെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി വിശ്വാസം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. സോ നമുക്കിനി നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെയും നിങ്ങൾക്കൊരു ചിത്രമാണ് തന്നിട്ടുള്ളത്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ നമുക്ക് ഒരാളെ കാണാം. അയാൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു പച്ചക്കറി തോട്ടത്തിലാണെന്ന് പറയാം അല്ലേ? അയാൾക്ക് ചുറ്റും ഒരുപാട് പച്ചക്കറികളുണ്ട്. പംകിൻ ഉണ്ട്, ബനാനയുണ്ട്, ബേക്കിൽ പായമുണ്ട്, പിന്നെ തക്കാളി കാണാം, ടൊമാറ്റോ, പിന്നെ പാവയ്ക്ക, അങ്ങനെ പലതരം പച്ചക്കറികളുണ്ട്. അയാളൊരു പച്ചക്കറി തോട്ടത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ അവിടെയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അല്ലേ? അയാൾ ചെടികളെ നനയ്ക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഇൻ ദ പിക്ചർ, ഈ ചിത്രത്തിൽ, എ മാൻ ഈസ് വാട്ടറിങ് പ്ലാന്റ്സ് ഇൻ എ വെജിറ്റബിൾ ഗാർഡൻ. ഒരു പച്ചക്കറി തോട്ടത്തിൽ ഒരാൾ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടത്? ദർ ആർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലൈക്ക് ബനാന, പംകിൻ ആൻഡ് ടൊമാറ്റോ ഗ്രോയിങ് എറൗണ്ട്. അയാൾക്ക് ചുറ്റും എന്തൊക്കെ വളരുന്നുണ്ട്? കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സും വളരുന്നുണ്ട്. ഏതൊക്കെയാണ്? ബനാന, പംകിൻ, ടൊമാറ്റോ. സോ അതൊക്കെ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അടുത്തത് നമുക്കിവിടെ ഒരു ചെറിയൊരു കഥ തുടങ്ങുകയാണ്. നമ്മുടെ കഥയിലെ ഹെഡിങ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ദ ഫാർമർ എന്നാണ്. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകനാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ ഒരു ചിത്രത്തിൽ കർഷകനെ കാണാം അല്ലേ? ഒരാൾ കയ്യിൽ എന്താണ്? മൺകൊത്തിയൊക്കെ ഉണ്ട്. അയാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമുക്ക് കഥ വായിക്കാം. A farmer lived in a village which was near the palace. ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ ജീവിച്ചിരുന്നു. എവിടെ? ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ. വിച്ച് വാസ് നിയർ ദി പാലസ്. അതേതാണ്? പാലസിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം ആണ്. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്. ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തായിരുന്നു? ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളും. ആൻഡ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പഠിച്ചുല്ലേ? സത്യസന്ധൻ. സോ നമ്മുടെ ഫാർമർ എന്തായിരുന്നു? നല്ലോണം അധ്വാനിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ആളും സത്യസന്ധനും ആയിട്ടുള്ള ആളായിരുന്നു. ബട്ട് ഹി കുഡിൻറ്റ് ഏൺ മച്ച്. പക്ഷെ അയാൾക്ക് അധികം സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. I must save something for the future, he thought.
ഞാൻ എൻ്റെ ഭാവിയിലേക്ക് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സൂക്ഷിച്ച് സേവ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ എന്ന് അയാൾ ചിന്തിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അങ്ങനെ ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷം അയാൾക്ക് ഒരു ഗോൾഡ് കോയിൻ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അയാൾ സമ്പാദിച്ചു. ഏൺഡ് എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, ഇതെൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദി കോയിൻ, അദ്ദേഹം ഈ ഒരു കോയിനെ നോക്കി, ഈ ഒരു നാണയത്തെ നോക്കി. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം, അത് അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ അടിയിൽ നിന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. വെർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ, ഈ ഒരു നാണയം ഞാൻ എവിടെയാണ് വെക്കുക? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം, ഇതെൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ അത്ര സേഫ് അല്ല, അത്ര സുരക്ഷിതമല്ല. ഐ വിൽ കീപ്പ് ഇറ്റ് സംവെയർ എൽസ്, ഞാനിത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണ് വെക്കേണ്ടത്. സോ വെർ വിൽ ദി ഫാർമർ ഹൈഡ് ദി ഗോൾഡ് കോയിൻ, എവിടെ ആയിരിക്കും ഈ ഒരു കർഷകൻ ഈ ഒരു സ്വർണ്ണ നാണയം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക? ഇത് അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ കുറേ നാളുള്ള കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലമായിട്ട് അയാൾക്ക് വാങ്ങിയിട്ടുള്ളതാണ് അല്ലേ. സോ ഇത് ഇയാൾക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയും സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്താണ് അയാൾക്കത് സൂക്ഷിച്ച് വെക്കേണ്ടത്. സോ എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? നമുക്ക് കഥയിലെ ബാക്കി ഭാഗം വായിച്ചു നോക്കാം. അടുത്ത പേജ് എടുത്തേ. എ സേഫ് പ്ലേസ്. സേഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായൊരു സ്ഥലം. ദി ഫാർമർ വെൻറ്റ് നിയർ ദി പാലസ്. ഫാർമർ നമ്മുടെ കർഷകനെ എങ്ങോട്ടാണ് പോയത്? വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. എങ്ങോട്ട്? നിയർ ദി പാലസ്. പാലസിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ കർഷകൻ പോയി. ദർ വാസ് എ ഹ്യൂജ് വാൾ എറൗണ്ട് ഇറ്റ്. ആ ഒരു കൊട്ടാരത്തിന് ചുറ്റും എന്താണ്? വലിയൊരു ചുമരുണ്ട്. വാൾ എന്ന് പറഞ്ഞാൽ ചുമര്. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ. അങ്ങനെ അദ്ദേഹം ഈ ഒരു ചുമരിൽ എന്താ പറയുക, ലൂസായി ഇളകിക്കിടക്കുന്ന ഒരു ബ്രിക്ക് കണ്ടു. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടിക കല്ലാണ്. സോ ചുമരിൽ എന്താണ്? ചുമരിങ്ങനെ ബ്രിക്സ് വെച്ചിട്ട് കല്ലുകൾ വെച്ച് കിട്ടിയതായിരിക്കുമല്ലോ. അതിൽ ഒരു കല്ല് ഇളകിക്കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ, ഹീ സെയ്ഡ് ടു ഹിംസെൽഫ്. ഇതാണ് എൻ്റെ നാണയം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം. ഹീ സെയ്ഡ് ടു ഹിംസെൽഫ്, അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ദി ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ദി പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദി കോയിൻ. അങ്ങനെ അയാൾ പോക്കറ്റിൽ കൈയിട്ടിട്ട് കോയിൻ ഇങ്ങനെ തപ്പി നോക്കി. ഹി ടിപ്ടോപ്ഡ് ടുവാർഡ്സ് ദി വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അയാളിങ്ങനെ ടിപ്ടോപ്ഡ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഫ്രണ്ടിൽ വിരലുകൾ വെച്ച് മാത്രം ഇങ്ങനെ എത്തി നോക്കുക. അങ്ങനെ കുറച്ച് ഹൈറ്റ് മുകളിലേട്ടായിരിക്കും. സോ അയാൾക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ വിരലുമേൽ മാത്രം നിന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അതിനാണ് ടിപ്ടോപ്ഡ് എന്ന് പറയുന്നത്. സോ എന്നിട്ട് എന്താണ്? അയാൾ ആ ഒരു ബ്രിക്ക് പുറത്തേക്കെടുത്തു, ആ ഒരു കല്ല് പുറത്തേക്കെടുത്തു. കെയർഫുള്ളി, ശ്രദ്ധയോടെ, ഹീ കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക് ബാക്ക്. അദ്ദേഹം ഈ ഒരു സ്വർണ്ണ നാണയം ആ ഒരു ഗ്യാപ്പിലേക്ക് വെച്ചിട്ട് തിരിച്ച് ഈ ഒരു ഇഷ്ടിക കല്ല് തിരിച്ച് അവിടേക്ക് തന്നെ വെച്ചു. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ, ഇവിടെ സേഫായിട്ട് സുരക്ഷിതമായിട്ടിരിക്കൂ എൻ്റെ സ്വർണ്ണ നാണയമേ എന്ന് അയാൾ പറയാണ്. യു ആർ മൈ ലൈഫ്, നീയാണ് എൻ്റെ ജീവിതം. കാരണം എന്താണ്? ഇതാണ് അയാളുടെ ജീവിതകാലം മുഴുവനുള്ള അയാളുടെ സമ്പാദ്യമാണ് ഈ ഒരു ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹം പറയാണ് യു ആർ മൈ ലൈഫ്, നീയാണ് എൻ്റെ ജീവിതം. ഹി വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുന്നതിനാണ്. സോ ഇങ്ങനെ അയാൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മല്ലനെ സൗണ്ട് ഇല്ലാതെ ചുണ്ടുകൾ അനക്കി പറയുന്നതിനാണ് വിസ്പേർഡ് എന്ന് പറയുന്നത്. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി, അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ നടന്നു. ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വൈ ഡിഡ് ദി ഫാർമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾ? ഈ ഒരു ചുമരിൽ കർഷകന് ഈ ഒരു ഗോൾഡ് കോയിൻ വെക്കാൻ കാരണം എന്തായിരിക്കും?
കാരണം കർഷകൻ ചിന്തിച്ചു, എന്താണ്, ഈ ഒരു ചുമര് ആരും തന്നെ കണ്ടെത്തില്ല, ഈ ഒരു പാലസ് കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു വാള് അയാളുടെ കോയിൻ വെക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും എന്ന് ഈ ഒരു ഫാർമറിന് തോന്നിയത് കൊണ്ടാണ് അത് അവിടെ വെക്കാൻ കാരണം ഉണ്ടായത്. സോ നമുക്ക് എഴുതാം, ദ ഫാർമർ തോട്ട്, കർഷകൻ ചിന്തിച്ചു, ദ വാൾ നിയർ ദി പാലസ് വാസ് എ സേഫ്, ഈ ഒരു കൊട്ടാരത്തിനടുത്തുള്ള ഈ ഒരു ചുമര് സേഫാണ്, സുരക്ഷിതമാണ്. ആൻഡ് ഹിഡൻ പ്ലേസ് ടു കീപ് ഹിസ് കോയിൻ, ഇതൊരു അയാളുടെ സ്വർണ്ണ നാണയം വെക്കാൻ പറ്റിയൊരു ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ സ്പേസ് ആണ്, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അടുത്ത ചോദ്യം, വിൽ ദ കോയിൻ ബി സേഫ് ദെയർ, ഈ ഒരു കോയിൻ അവിടെ സേഫ് ആയിരിക്കുമോ, സുരക്ഷിതമായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, അതെ അല്ലേ? വൈ ഡു യു തിങ്ക് സോ, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ സുരക്ഷിതമാണ് എന്ന് പറയാൻ കാരണം? The farmer thought the wall was strong and no one would notice the loose brick, so the coin would stay safe. എന്താണ് ഈ ഒരു ഫാർമർ എന്താണ് വിചാരിച്ചത്? ഈ ഒരു വാള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാളാണ്, പിന്നെ ആരും തന്നെ ഈ ഒരു ചുമരിലുള്ള ഈ ഒരു ബ്രിക്ക്, ലൂസ് ബ്രിക്ക് ശ്രദ്ധിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർണ്ണ നാണയം സുരക്ഷിതമായിരിക്കും. നമുക്കിനി ഈ ഒരു കോയിന്, സ്വർണ്ണ നാണയത്തിന് എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പാഠഭാഗത്തിൻ്റെ ബാക്കി പോർഷൻ വായിച്ച് നോക്കാം. ഇവിടെ നെക്സ്റ്റ് പേജ് നോക്കിക്കുക, അവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ദ ഡിസിഷൻ എന്നാണ്, തീരുമാനം. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. മന്ത്സ് പാസ്ഡ്, അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഡും ഡും ഡും, ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് ദി സൗണ്ട് ഓഫ് ഡ്രംസ്, ഈ ഒരു ഫാർമറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഒരു ഡ്രംസിൻ്റെ, ചെണ്ടയുടെ ശബ്ദം കേട്ടു. എൻ അനൗൺസ്മെൻറ്റ് എക്കോഡ് ഇൻ ദി എയർ, ഒരു അനൗൺസ്മെൻറ്റ്, ഒരു അറിയിപ്പ്, ഒരു പ്രഖ്യാപനം വായുവിൽ ഇങ്ങനെ മുഴങ്ങി. ഓ, ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെയ്ഡ്. ഇതെന്താണ്? ഈ ഒരു കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെണ്ടമുട്ടാണ്, അതായത് ഉത്സവം നടക്കുന്നുണ്ട്, ഉത്സവം നടക്കാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അറിയിപ്പാണ്. ഭാര്യ പറയാണ്, ഇതിന് ഞാൻ പോകാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, പക്ഷേ നമ്മുടെ കൈസിൽ ഒരു പൈസയും ഇല്ലല്ലോ, ഒരു മണിയും ഇല്ലല്ലോ എന്ന് ദ ഫാർമർ റിപ്ലൈഡ്, കർഷകൻ മറുപടി ആയിട്ട് പറഞ്ഞു. ഈ ഒരു ഉത്സവത്തിന്, കാർണിവലിന് പോകണമെങ്കിൽ പൈസ വേണമല്ലോ, സോ നമ്മുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലല്ലോ എന്നാണ് ഫാർമർ പറയുന്നത്. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോസ്, എല്ലാ ദിവസവും നിങ്ങളൊരു കുതിരയെ പോലെ പണിയെടുക്കുന്നു. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, പക്ഷേ നിങ്ങളുടെ പോക്കറ്റ്സ് എല്ലായ്പ്പോഴും എംപ്റ്റി ആണ്, കാലിയാണ്. ഹിസ് വൈഫ് സെഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. ദ ഫാർമർ ലെഫ്റ്റ് ദി ഹൗസ് വിത്തൗട്ട് അറ്ററിങ് എ വേർഡ്, അങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ കർഷകൻ അയാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ, ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുവരെ ഒരു കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല, ഡിമാൻഡ് ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദി കാർണിവൽ, എനിക്ക് എങ്ങനെയാണ് അവളെ ഉത്സവത്തിന് കൊണ്ടുപോകാൻ പറ്റുക? ഹി വാസ് വെരി സാഡ്, അങ്ങനെ അദ്ദേഹം വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഹി തോട്ട്, അദ്ദേഹം ചിന്തിച്ചു, എന്തിനെ കുറിച്ചാണ്? എബൌട്ട് ദി ഗോൾഡ് കോയിൻ, സ്വർണ്ണ നാണയത്തെക്കുറിച്ച്. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്, അദ്ദേഹം ആ ഒരു ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. ഓക്കെ, വിൽ ദ ഫാർമർ ഗെറ്റ് ദി ഗോൾഡ് കോയിൻ ബാക്ക്, ഈ ഒരു കർഷകന് ഈ ഒരു ഗോൾഡ് കോയിൻ തിരിച്ച് കിട്ടുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തിരിച്ച് കിട്ടിയേക്കാം അല്ലേ? വൈ ഡു യു തിങ്ക് സോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം നമ്മുടെ ഫാർമർ സുരക്ഷിതമായിട്ട് സേഫ് പ്ലേസിൽ അത് വെച്ചിട്ടുണ്ടല്ലേ, സോ അത് അവിടെ തന്നെ കാണും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ബാക്കി പാഠഭാഗം വായിച്ചു നോക്കാം. ബാക്ക് ടു പാലസ്, തിരിച്ച് കൊട്ടാരത്തിലേക്ക്. ദി ഫാർമർ ഹറീഡ് ടു പാലസ്, അങ്ങനെ അയാൾ ധൃതിയിൽ എവിടേക്ക് പോയി? പാലസ്, കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ, ഇവിടെ ഒറ്റ സെക്യൂരിറ്റി ഗാർഡ്സും ഇവിടെ ഇല്ല. ഹി മൂവ്ഡ് ടുവാർഡ്സ് ദി വാൾ, അങ്ങനെ അയാൾ മെല്ലനെ എവിടേക്ക്? ഈ ഒരു ചുമരിൻ്റെ അടുത്തേക്ക് പോയി.
സഡൻലി ഹീ സോ ദി കിങ് സ്റ്റാൻഡിങ് ഓൺ ദി ബാൽക്കണി. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു രാജാവ് ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി. ഹൂ ഈസ് ദർ എ ഗാർഡ് ഷൗട്ടഡ്. ആരാണ് അവിടെ? ഒരു ഗാർഡ്, ഒരു സെക്യൂരിറ്റിക്കാരന് ഷൗട്ടഡ്, ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. ദ ഫാർമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. അങ്ങനെ ഈ ഒരു കർഷകന് ഓടാൻ തുടങ്ങി. ദ കിങ് സോ ഹിം. കിങ് എന്ന് പറഞ്ഞാൽ രാജാവ് അദ്ദേഹത്തെ കണ്ടു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്. എന്തിനാണ് ആ ഒരു മനുഷ്യൻ ഓടുന്നത്? ഹി വണ്ടേർഡ്. രാജാവ് അത്ഭുതപ്പെട്ടു. സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ. ഹീ ഓർഡേർഡ്. അങ്ങനെ ഈ നമ്മുടെ ഫാർമർ ഓടുന്നത് കണ്ടിട്ട് രാജാവ് പറഞ്ഞു ആ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഹീ ഓർഡേർഡ്. രാജാവ് കൽപ്പിച്ചു. ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദി ഫാർമർ, കോഡ് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദി കിങ്. സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സൈനികരാണ്. ഈ സൈനികർ ഫാർമറിനെ ചേസ് ചെയ്ത്, അതായത് പിന്നാലെ ഓടുന്നതിനാണ് ചേസ് ചെയ്യാന്ന് പറയുന്നത്. കോഡ് ഹിം, അങ്ങനെ പിടികൂടി. ആൻഡ് ടുക്ക് ഹിം ടു ദി കിങ്, അങ്ങനെ അയാളെ പിടിച്ച് രാജാവിൻ്റെ അരികിലേക്ക് എത്തിച്ചു. ഓക്കെ. വൈ ഡിഡ് ദ കിങ് ഓർഡർ ടു ബ്രിങ് ദി ഫാർമർ. എന്തിനാണ് കർഷകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പിച്ചത്? ഈ ഒരു ഫാർമർ ഓടുന്നത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു പോയി, അതിശയിച്ചു പോയി. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊന്നും രാജാവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ ഒരു കർഷകൻ, ഈ ഒരാൾ ഓടുന്നത് എന്നൊന്നും രാജാവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രാജാവ് അയാളെ പിടികൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. സോ നമുക്ക് എഴുതാം, ദ കിങ് ഓർഡേർഡ് ടു ബ്രിങ് ദി ഫാർമർ ബിക്കോസ് ഹി വണ്ടേർഡ് വൈ ദി ഫാർമർ വാസ് റണ്ണിങ്. രാജാവ് അത്ഭുതപ്പെട്ടു എന്തിനാണ് കർഷകൻ ഓടുന്നതെന്ന് വിചാരിച്ച്. ആൻഡ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയും കൂടിയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഫാർമർ. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. എന്താണ് ഈ ഒരു കർഷകൻ ഇനി സംഭവിക്കുക? നമുക്കറിയില്ലല്ലേ. നമുക്ക് ബാക്കി പാഠഭാഗം വായിക്കാം. അറ്റ് ദി റോയൽ കോർട്ട്. അങ്ങനെ രാജാവിൻ്റെ കോർട്ടിലാണുള്ളത്, രാജകീയമായ കോർട്ടിലാണ്. വൈ ഡിഡ് യു റൺ അവേ ദ കിങ് ആസ്ക്ഡ്. രാജാവ് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഓടിപ്പോയത്? ദ ഫാർമർ ലുക്ക്ഡ് ഡൗൺ. ഫാർമർ താഴേക്ക് നോക്കി. ഹി വാസ് ഷിവറിങ്. അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. വാട്ട് ഹാപ്പൻഡ് ദ കിങ് ആസ്ക്ഡ്. എന്താണ് സംഭവിച്ചത്? ദ കിങ് ആസ്ക്ഡ്. രാജാവ് ചോദിച്ചു. ദി ഫാർമർ ടോൾഡ് ഹിം ദി വോൾ സ്റ്റോറി. അങ്ങനെ കർഷകന് അയാൾ സംഭവിച്ച എല്ലാ കഥയും, വോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എല്ലാ കഥയും ടോൾഡ് പറഞ്ഞു. ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. അങ്ങനെ ഈ ഒരു രാജാവ് എന്തെങ്കിലും ഒരു തമാശ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഓക്കെ, ശരി, അദ്ദേഹം പറഞ്ഞു. ഐ വിൽ ഗിവ് യു അനദർ ഗോൾഡ് കോയിൻ. ഞാൻ നിനക്ക് മറ്റൊരു ഗോൾഡ് കോയിൻ തരാം. ഗോ ഹോം. നീ വീട്ടിലേക്ക് പോയിക്കോ. വൈ ഡിഡ് ദ കിങ് ഡിസൈഡ് ടു ഗിവ് ദി ഫാർമർ എ ഗോൾഡ് കോയിൻ. ഈ രാജാവ് എന്തുകൊണ്ടാണ് കർഷകന് ഗോൾഡ് കോയിൻ കൊടുക്കാൻ തീരുമാനിച്ചത്? നമുക്കറിയില്ലല്ലേ. നമുക്ക് ബാക്കി പാഠഭാഗം വായിക്കാം. വിൽ ദി ഫാർമർ അക്സെപ്റ്റ് ദി ഗോൾഡ് കോയിൻ. ഈ ഫാർമർ, ഈ ഒരു കർഷകൻ ആ ഒരു ഗോൾഡ് കോയിൻ സ്വീകരിക്കുമോ? നമുക്ക് ബാക്കി പോർഷൻ വായിച്ചു നോക്കാം. അടുത്ത ഹെഡിങ് ആണ് ദ ഓഫർ. ഓഫർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. കർഷകൻ എന്താണ് കൺഫ്യൂസ്ഡ് ആയി, ഒന്നും മനസ്സിലാത്തൊരു അവസ്ഥയായി. ഐ എം സോറി യുവർ മെജസ്റ്റി. എന്നോട് ക്ഷമിക്കണം എൻ്റെ മെജസ്റ്റി. പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ. എൻ്റെ കോയിൻ എടുക്കാൻ അനുവദിക്കൂ എന്ന് പറയാണ്. ഫോർഗെറ്റ് യുവർ കോയിൻ. നിങ്ങളുടെ നാണയം മറന്നേക്കൂ. ടേക്ക് 2 ഗോൾഡ് കോയിൻസ് ഇൻസ്റ്റെഡ്. അതിനു പകരം നിങ്ങൾ 2 സ്വർണ്ണ നാണയം എടുത്തോളൂ എന്ന് പറയാണ്. ഓഫേർഡ് ദി കിങ്. അങ്ങനെ രാജാവ് വാഗ്ദാനം ചെയ്തു. അയാളുടെ ഗോൾഡ് കോയിൻ മറന്നിട്ട് പകരം 2 ഗോൾഡ് കോയിൻ എടുത്തോളാൻ വേണ്ടിയിട്ട് രാജാവ് ഓഫർ ചെയ്യാണ്, വാഗ്ദാനം ചെയ്യാണ്. സോറി യുവർ മാജസ്റ്റി. എന്നോട് ക്ഷമിക്കണം. ദ ഫാർമർ റെഫ്യൂസ്ഡ്. കർഷകൻ എന്താണ് റിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നിരസിച്ചു. മൈ കോയിൻ ഈസ് സോ പ്രഷ്യസ് ടു മീ.
ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാണയം എനിക്ക് എത്രയോ വിലപ്പെട്ടതാണ്, സോ പ്രഷ്യസ്, വളരെ വിലപ്പെട്ടതാണ്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. അങ്ങനെ രാജാവ് അയാൾ വാഗ്ദാനം ചെയ്ത സ്വർണ്ണ നാണയത്തിൻ്റെ എണ്ണം കൂട്ടാൻ തുടങ്ങി. ആദ്യം 2 പകരം തരാം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അതിങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, കൂട്ടാൻ തുടങ്ങി. 10 കോയിൻസ് 10 നാണയങ്ങൾ, 100 കോയിൻസ്, 1000 കോയിൻസ് ആൻഡ് സോ ഓൺ. അങ്ങനെ രാജാവ് ഇങ്ങനെ കോയിൻസുകളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി പറയാൻ തുടങ്ങി. ബട്ട് ദ ഫാറർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദി കിങ്സ് ഓഫർ. പക്ഷേങ്കിൽ എത്ര കൂട്ടി പറഞ്ഞിട്ടും ഈ ഒരു കർഷകന് ഈ ഒരു രാജാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾക്ക് അദ്ദേഹത്തിൻ്റെ കോയിൻ തന്നെ മതി എന്നാണ് പറഞ്ഞത്. വൈ ഡിഡിൻറ്റ് ഫാർമർ അക്സെപ്റ്റ് ദി കിങ്സ് ഓഫർ? എന്തുകൊണ്ടാണ് രാജാവിൻ്റെ ഓഫർ ഫാർമർ സ്വീകരിക്കാതിരുന്നത്? ഇഫ് യു വേർ ദി ഫാർമർ വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ഫാർമർ എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ചിലപ്പോൾ ഈ ഒരു ഫാർമർ സ്വീകരിക്കാത്തതിന് കാരണം ഈ ഒരു ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് വാങ്ങിച്ചതാണ് അല്ലേ? അതുകൊണ്ട് അയാൾക്ക് ആ ഒരു കോയിൻ അത്രയും വിലപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് അയാൾ ആ ഒരു കോയിൻ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. നമുക്ക് ആൻസർ എഴുതാം. ദ ഫാർമർ ഡിഡിൻറ്റ് അക്സെപ്റ്റ് ദി കിങ്സ് ഓഫർ ബിക്കോസ് ഹിസ് ഒറിജിനൽ കോയിൻ വാസ് വെരി പ്രഷ്യസ് ടു ഹിം ആൻഡ് നോ എമൗണ്ട് ഓഫ് ഗോൾഡ് കോയിൻസ് കുഡ് റീപ്ലേസ് ഇറ്റ്. കർഷകന് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. മറ്റു ഒരു ഗോൾഡ് കോയിൻസിനും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ, അതിന് പകരം വെക്കാൻ ആവില്ല. അടുത്ത പേജ് എടുത്തേ. അടുത്ത പേജിൻ്റെ ഹെഡിങ് എ ക്ലെവർ ഐഡിയ. ക്ലെവർ ഐഡിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐഡിയ, നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു ഐഡിയ. ഫോർഗെറ്റ് യുവർ കോയിൻ, നിങ്ങളുടെ നാണയം മറന്നു കളയൂ. ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, എൻ്റെ ഭരണത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. വിച്ച് ഹാഫ് ഡു യു വാണ്ട്? യു ക്യാൻ ഡിസൈഡ്. ഏത് പകുതിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്, രാജാവ് തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ദ ഫാർമർ തോട്ട് ഫോർ എ വൈൽ, കർഷകന് ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു. യുവർ ഹൈനെസ്, ഐ വിൽ ടേക്ക് ദി ഹാഫ് വെയർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. ഞാൻ എവിടെയാണോ എൻ്റെ സ്വർണ്ണ നാണയം വെച്ചത് അവിടെ ആ ഒരു സ്ഥലം ഞാൻ എടുത്തുകൊള്ളാം എന്ന് കർഷകൻ പറയാണ്. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം, ഹീ സെഡ്. അപ്പോൾ ഞാൻ എൻ്റെ കോയിൻ എടുത്തിട്ട് നിങ്ങളുടെ കിങ്ഡം നിങ്ങളെ തിരിച്ചു തന്നു കൊള്ളാം എന്ന് കർഷകൻ മറുപടി ആയിട്ട് പറയാണ്. കർഷകന് ഈ രാജാവിൻ്റെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അയാൾക്ക് അദ്ദേഹം അധ്വാനിച്ച് നേടിയ ആ ഒരു കോയിൻ മാത്രം കിട്ടിയാൽ മതി അല്ലേ? ദ കിങ് ലൈക്ക്ഡ് ദി ഫാർമേഴ്സ് ഐഡിയ. ഈ ഒരു കർഷകൻ്റെ ഈ ഒരു ഐഡിയ നമ്മുടെ രാജാവിന് ഇഷ്ടപ്പെട്ടു. എ സ്മൈൽ അപ്പീർഡ് ഓൺ ഹിസ് ഫേസ്. അങ്ങനെ രാജാവിൻ്റെ മുഖത്ത് ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടു. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി. ഞാൻ നിൻ്റെ സത്യസന്ധതയും കഠിനാധ്വാനത്തെയും പ്രശംസിക്കുന്നു. അഡ്മയർ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്, ദ കിങ് സെഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻ തിരിച്ചെടുക്കാം എൻ്റെ സമ്മാനത്തോടൊപ്പം. എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്, എൻ്റെ സമ്മാനങ്ങളോടൊപ്പം. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. ദി ഫാർമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദി ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്. അങ്ങനെ ഈ ഒരു തിളങ്ങുന്ന സ്വർണ്ണ നാണയം കണ്ട് നമ്മുടെ ഫാർമർ സർപ്രൈസായി അത്ഭുതപ്പെട്ടു. അങ്ങനെ ഈ ഒരു കർഷകന് അയാളുടെ സത്യസന്ധതയും അയാളുടെ കഠിനാധ്വാനവും കാരണമായിട്ട് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയം കിട്ടി. അതോടൊപ്പം രാജാവിന് ഇയാളുടെ സത്യസന്ധത ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിൻ്റെ പ്രതിഫലമായിട്ട്, അയാളുടെ സത്യസന്ധതയ്ക്ക് പ്രതിഫലമായിട്ട് ഒരുപാട് മറ്റു സ്വർണ്ണ നാണയങ്ങൾ കൂടി കിട്ടി. താഴെ നിങ്ങൾക്ക് ചോദ്യം കാണാം. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്താണ് കിങ് രാജാവ് വാഗ്ദാനം ചെയ്തത്? അയാളുടെ കിങ്ഡത്തിൻ്റെ പകുതി നൽകാം എന്നല്ലേ? സോ അവിടെ എഴുതി കൊടുക്കുക. ദ കിങ് ഓഫേർഡ്, രാജാവ് വാഗ്ദാനം ചെയ്തു. ദി ഫാർമർ, കർഷകന്, ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം, അയാളുടെ കിങ്ഡത്തിൻ്റെ പകുതി ഭാഗം. രാജാവിൻ്റെ രാജ്യത്തിൻ്റെ പകുതി നൽകാമെന്നാണ് രാജാവ് വാഗ്ദാനം ചെയ്തത്.
അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ കിങ് ഗിവ് ദി ഗോൾഡ് കോയിൻസ് ടു ദി ഫാർമർ? രാജാവ് എന്തിനാണ് സ്വർണ്ണ നാണയങ്ങൾ കർഷകന് നൽകിയത്? കാരണം എന്താണ്, രാജാവിന് ഈ ഒരു ഫാർമറിൻ്റെ സത്യസന്ധതയും ഈ ഒരു കഠിനാധ്വാനമൊക്കെ ഇഷ്ടപ്പെട്ടു. അയാളുടെ സത്യസന്ധതയ്ക്കൊക്കെ പ്രതിഫലമായിട്ടാണ് ഈ ഒരു സ്വർണ്ണ നാണയങ്ങൾ രാജാവ് കർഷകന് നൽകിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉത്തരം എഴുതാം. ദ കിങ് അഡ്മയർഡ് ദി ഫാമേഴ്സ് ഹോണസ്റ്റി ആൻഡ് ക്ലെവർനെസ്, സോ ഹി റിവാർഡഡ് ഹിം വിത്ത് ഹിസ് കോയിൻ ആൻഡ് എ ഗിഫ്റ്റ് ഓഫ് ഗോൾഡ് കോയിൻസ്. ഈ രാജാവിന് അയാളുടെ ഈ ഒരു ഹോണസ്റ്റിയും സത്യസന്ധത ഒക്കെ ഇഷ്ടപ്പെട്ടു. അത് രാജാവ് പ്രശംസിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കോയിനും അതോടൊപ്പം കുറച്ച് ഗോൾഡ് കോയിൻസ് സമ്മാനവുമായി നൽകിയത്. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ നല്ലൊരു സത്യസന്ധനായ ഒരു കർഷകനെ കുറിച്ചായിരുന്നു നമ്മുടെ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയാം. ഇവിടെ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വാക്കുകളുടെ അർത്ഥം തന്നിട്ടുണ്ട്, കുറച്ച് ചിത്രങ്ങളും തന്നിട്ടുണ്ട്. ഗ്ലിറ്ററിങ് കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളങ്ങുന്ന നാണയം, അതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ബ്രിക്സ് എന്തായിരുന്നു? ഇളകിയ ബ്രിക്സ് നീക്കിയിട്ടാണ് നമ്മുടെ കർഷകൻ സ്വർണ്ണ നാണയം അവിടെ ഒളിപ്പിച്ച് വെച്ചതില്ലേ. സോ ഇവിടെ ബ്രിക്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അടുത്തതാണ് ടിപ് ടോപ്പ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ചുമരിലേക്ക് കർഷകൻ ഇങ്ങനെ ടിപ് ടോപ്പ് ചെയ്ത് എത്തി നോക്കിയിരുന്നു. ഇങ്ങനെ വിരലിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നതിനാണ് ടിപ് ടോപ്പ് എന്ന് പറയുന്നത്. അടുത്തത് പാലസ്, കൊട്ടാരം. പാം എന്ന് പറഞ്ഞാൽ കൈൻ്റെ ഉള്ളടിയാണ്. നമ്മുടെ ഫാർമർ കോയിന് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നോക്കിയിരുന്നില്ലേ, അപ്പോൾ ഷൈനിങ് തിളങ്ങുന്നതായി കണ്ടിരുന്നു. അതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പാഠഭാഗം പറഞ്ഞപ്പോൾ ഈ ഒരു വാക്കുകളൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഈ ഒരു പാഠത്തിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയയ്ക്കുക. സോ ദാറ്റ്സ് ഓൾ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.